മിന്നാമിനുങ്ങ് എല്ലാവരുടെയും ഒരു സംശയമായിരിക്കും. എങ്ങനെയാണ് ഈ മിന്നാമിനുങ്ങ് ശരീരത്തിൻ്റെ പുറകിലായിട്ട് ഈ ലൈറ്റൊക്കെ തെളിച്ച് ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നതെന്ന്. എല്ലാവരുടെയും കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ പ്രധാനമായിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു രാത്രിയാവുമ്പോൾ മിന്നാമിനുങ്ങ് ഇങ്ങനെ കൂട്ടമായിട്ട് പാറിപ്പറന്ന് നടക്കുന്നത് കാണുന്നത്. അപ്പോഴേ ഉള്ളൊരു സംശയമാണ്, എങ്ങനെയാണ് മിന്നാമിന്നി പുറകിലായിട്ട് ഈ ലൈറ്റൊക്കെ കത്തിച്ച് പാറി നടക്കുന്നതെന്ന്. ഇപ്പോൾ വളരെ അപൂർവമായിട്ട് മാത്രമേ മിന്നാമിന്നിയെ കാണാൻ സാധിക്കുന്നുള്ളൂ. പ്രാണികളുടെ കുടുംബമായ ലാംബിരിഡിയിലെ കൊലിയോപ്ട്ര കുടുംബത്തിൽപ്പെട്ട വണ്ടുകളുടെ ഇടയിൽ കാണപ്പെടുന്ന ഒരു പ്രാണിവർഗമാണ് മിന്നാമിനുങ്ങ് അല്ലെങ്കിൽ മിന്നാമിന്നി, ഇംഗ്ലീഷിൽ ഫയർഫ്ലൈ എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ മിന്നാമിന്നി. അവ ചെറു ശരീരത്തോടു കൂടി പറക്കുന്ന ചിറകുകളുള്ള ഒരു ഷഡ്പദമാണ്. സാധാരണയായിട്ട് ഫയർഫ്ലൈസ് അല്ലെങ്കിൽ ലൈറ്റ്നിങ് ബഗ്സ് എന്നൊക്കെ ഇവ അറിയപ്പെടുന്നുണ്ട്. ഈ മിന്നാമിനുങ്ങ് ഇൻഫ്രാറെഡ് അല്ലെങ്കിൽ അൾട്രാവയലറ്റ് തരംഗങ്ങളില്ലാതെ തണുത്ത പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്നു. ഇവയുടെ അടിവയറ്റിലുണ്ടാകുന്ന രാസപ്രവർത്തനങ്ങൾ കാരണം 510 മുതൽ 670 വരെ നാനോമീറ്റർ തരംഗ ദൈർഘ്യമുള്ള പച്ച, മഞ്ഞ, ഇളം ചുവപ്പ് നിറത്തിലുള്ള വെളിച്ചം ഇവ ഉൽപ്പാദിപ്പിക്കുന്നു. കിഴക്കൻ അമേരിക്കയിലെ മങ്ങിയ തിളങ്ങുന്ന നീലഭൂതം, ഫോസിസ് റെക്ടിക്കുലാറ്റ എന്നീ ജീവവർഗങ്ങൾ 490 നാനോമീറ്റർ നീല വെളിച്ചം പുറന്തള്ളുന്നു. എന്നിരുന്നാലും മിന്നാമിനി യഥാർത്ഥത്തിൽ പുറത്തുവിടുന്ന പച്ച വെളിച്ചം ഒരു തെറ്റായ കാഴ്ചപ്പാടാണ്. പർക്കിൻജെ പ്രഭാവം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ചതുപ്പ് നിലങ്ങളിലും ആർദ്ര വനപ്രദേശങ്ങളിലും കാണപ്പെടുന്ന ഇവയ്ക്കും ഇവയുടെ ലാർവകൾക്കും സമൃദ്ധമായ ആഹാരം അവിടെ നിന്ന് ലഭിക്കുന്നു. ഇവയുടെ സ്പീഷീസുകളിലെ വ്യത്യാസം അനുസരിച്ച് വെളിച്ചം പുറപ്പെടുവിപ്പിക്കുന്നതിലും വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോഴൊക്കെ പ്രകാശം പുറപ്പെടുവിപ്പിക്കുന്നത് ലാർവകളോ ഫീമെയിൽ ലാർവി ഫോമുകളോ അല്ലെങ്കിൽ മുട്ടകളോ ആയിരിക്കും. പലതരം മിന്നാമിനുങ്ങളുടെ സ്പീഷീസിൽ ആണിനും പെണ്ണിനും പറക്കാനുള്ള കഴിവുണ്ടാകുന്നതാണ്. എന്നാൽ ചില സ്പീഷീസുകളിൽ പെൺ മിന്നാമിനുങ്ങൾക്ക് പറക്കാൻ കഴിവുണ്ടാകുന്നതല്ല. മിന്നാമിനുങ്ങൾ പുറപ്പെടുവിപ്പിക്കുന്ന പ്രകാശത്തിന് കാരണം ലൂസിഫറൈസ് ആണ്. ഓക്സിജനുമായി ചേർന്ന് ലൂസിഫറിൻ കത്തുന്നു. ഇതിനെ ബയോ ലൂമിനസ് എന്നാണ് പറയപ്പെടുന്നത്. ആണിൻ്റെ തലയിൽ 2 കണ്ണും കൊമ്പുപോലുള്ള സ്പർശിനികളും കാണാൻ പറ്റും. ശരീരത്തിനോട് ചേർന്ന് 2 ജോഡി ചിറകുകളുണ്ട്. അതിനു പുറമെയുള്ള ചിറകുകൾ വളരെയേറെ കട്ടി കൂടിയതാണ്. ഏറ്റവും ഇടയിലുള്ള ചിറകാണ് പറക്കാൻ വേണ്ടി മിന്നാമിനുകൾ ഉപയോഗിക്കുന്നത്. ശരീരത്തിനോട് ചേർന്ന് 3 ജോഡിയായി 6 കാലുകളാണ് ഇവയ്ക്കുള്ളത്. സാധാരണയായിട്ട് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന മിന്നാമിനുങ്ങിൻ്റെ ശാസ്ത്രീയ നാമം ലാംബേറിസ് നൊക്ടിലുക്ക. 1885 ഡ്യൂ ബോയ്സ് എന്ന ശാസ്ത്രജ്ഞനാണ് മിന്നാമിനുങ്ങിൻ്റെ ഈ മിന്നും രഹസ്യം കണ്ടെത്തിയത്. മിന്നാമിനുങ്ങളുടെ ഉദരഭാഗത്തുള്ള ശ്വസന നാഡികളിൽ ഘടിപ്പിക്കപ്പെട്ട കോശ സമൂഹത്തിൽ ഒരുതരം പ്രോട്ടീനായ ലൂസിഫറിൻ എന്ന രാസവസ്തുവുണ്ട്. ലൂസിഫറിൻ, ലൂസിഫറസ് എന്നീ 2 രാസവസ്തുക്കളിൽ ലൂസിഫറിൻ ഓക്സിജനുമായി സംയോജിച്ചാണ് പ്രകാശമുണ്ടാകുന്നത്. മിന്നാമിനുങ്ങിൻ്റെ വെട്ടം മഞ്ഞയോ ഓറഞ്ചോ ആണ്. ഈ വെട്ടം ശാസ്ത്രജ്ഞന്മാർ ഇന്ന് പരീക്ഷണശാലകളിൽ ഉണ്ടാക്കാറുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആൺമിന്നാമിനുങ്ങൾ പറന്നുയരുമ്പോൾ മാത്രമാണ് പ്രകാശം പുറപ്പെടുവിപ്പിക്കുന്നത്. ഇവ ഉയർന്നും താഴ്ന്നും പറക്കുന്ന സമയങ്ങളിൽ ഉയരുമ്പോൾ പ്രകാശം പുറപ്പെടുവിപ്പിക്കുകയും താഴുമ്പോൾ അണയ്ക്കുകയും ചെയ്യുന്നു. കാണുന്നവർക്ക് ഇവ ഒരേ നിരയിൽ തന്നെ പറക്കുകയാണെന്നേ തോന്നുകയുള്ളൂ. ആൺമിന്നാമിനുകൾ 6 സെക്കൻഡ് ഇടവിട്ട് 4-5 പ്രാവശ്യം മിന്നുകയും എന്നാൽ പെൺപ്രാണികൾ ചിലത് മങ്ങൽ കൂടാതെ തെളിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയും മറ്റു ചിലത് 2 സെക്കൻഡ് ഇടവിട്ട് 2-3 പ്രാവശ്യം മിന്നിക്കൊണ്ടും ഇരിക്കുന്നു. 1000-ലധികം ഇനം മിന്നാമിനുകളുണ്ട്. ചില ഇനങ്ങളിൽ പ്രായപൂർത്തിയായവ മാത്രമേ പ്രകാശം തെളിക്കുകയുള്ളൂ. മറ്റു ചില ഇനങ്ങളിൽ ലാർവ മുതൽ പ്രായപൂർത്തിയായവ എന്നിവയെല്ലാം പ്രകാശം തെളിയിക്കുന്നു. രാത്രികാലങ്ങളിൽ മാത്രം പറന്നു നടക്കുന്ന മിന്നാമിനുങ്ങളിൽ മുതിർന്ന മിന്നാമിനുങ്ങൾ ഭക്ഷണം ഒന്നും തന്നെയും കഴിക്കാറില്ല. എന്നാൽ ഇവയുടെ ലാർവകൾ ചത്ത നത്തയ്ക്ക, ഒച്ച് എന്നിവയുടെ ചാറാണ് ആഹാരമാക്കുന്നത്. ഇരയുടെ ശരീരത്തിൽ ദഹനരസം അടങ്ങിയ ദ്രാവകം കുത്തിവെച്ച് ഭാഗികമായി ദഹിച്ച ആഹാരം വലിച്ചെടുക്കുന്നു. മിന്നാമിനുങ്ങളെ ഇന്ന് വളരെ അപൂർവമായിട്ട് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ.
അതിന് കാരണം ആവാസ വ്യവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങളും പ്രകൃതിയിലുണ്ടാകുന്ന പലതരം മാറ്റങ്ങളും അമിതമായ കീടനാശിനിയുടെ ഉപയോഗവും ഒക്കെ തന്നെയാവും മിന്നാമിനിങ്ങളുടെ എണ്ണം കുറയാൻ കാരണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.